അധ്യക്ഷനും അഹ്ലുസുന്ന ഫൗണ്ടേഷൻ്റെ മുഖ്യ രക്ഷാധികാരിയുമായ അബൂബക്കർ കുട്ടി അവർകളെ, ഈ പ്രദേശത്തിൻ്റെ ക്ഷേമത്തിനും മത ഭൗതിക രംഗം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പതിറ്റാണ്ടുകളോളമായി കൂടെ നിൽക്കുന്ന നമ്മുടെ യാറത്തിങ്ങൽ കാസി അബ്ദുള്ള ദാരിമി അവർകളെ, ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ വേളൂർ ജുമാ മസ്ജിദിൻ്റെ കാസി KC അബൂബക്കർ ദാരിമി അവർകളെ, പാതിരമണ്ണ കാസി തുടങ്ങിയ വിവിധ മദ്രസകളിൽ നിന്നും എത്തിയ സദർ മുഅല്ലിമീങ്ങളെ, സർവോപരി മുന്നിലിരിക്കുന്ന കാരണവന്മാരെ, ഗുരുനാഥന്മാരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അലയൊലികൾ മുഴങ്ങുന്ന ഈ ഘട്ടത്തിൽ മുഹമ്മദീയ പ്രതിഭാസം ലോകത്താകമാനം അലയടിച്ചു നിൽക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ സുദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനാകമാനം ആശാ കേന്ദ്രവും അനുഗ്രഹവുമായിട്ടാണ് പടക്കപ്പെട്ടത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മാലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല. അഭയാർത്ഥികൾക്കും അശരണർക്കും ഒരു കൈത്താങ്ങായി സ്ത്രീ വിമോചനത്തിന്റെ പടനായകൻ 1400 വർഷങ്ങൾക്ക് മുൻപ് മക്കയിൽ പിറവികൊണ്ടു എങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അൽ അമീൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. റസൂൽ കരുണയുടെയും കാരുണ്യത്തിന്റെയും മാതൃകയാണ് റസൂൽ. സത്യവും നീതിയും നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത റസൂൽ. എന്റെ മകൾ ഫാത്തിമ കളവ് നടത്തിയാൽ അവളുടെ കൈ ഞാൻ വെട്ടുമെന്ന് അഹോയാനം പ്രഖ്യാപിച്ച റസൂലിന്റെ വാക്കുകൾ. നീതി ലോകത്ത് നിറയണമെന്ന ഉത്കടമായ മനസ്സിൽ നിന്നും ഉയർന്നു വന്ന ആ ആഗ്രഹമാണ് റസൂലിനെ ആ വാക്കുകൾ പ്രചാരണമാക്കിയത് എങ്കിൽ എത്രയോ നേതാക്കന്മാർ മൺമറഞ്ഞു പോയിട്ടുണ്ട്. കലാകായിക ആധുനിക യുഗത്തിൽ കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ എത്രയോ നേതാക്കൾ മറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ കലാ കായിക സാംസ്കാരിക മതരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഒരു തർക്കവുമില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ കനിവ് വറ്റാത്ത, കരുണ വറ്റാത്ത ഒരു പൊന്നമ്പിളി മാനത്ത് ദൃശ്യമായിരിക്കുന്നു. അതായിരുന്നു അഷ്റഫുൽ വറ സയ്യിദുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കണം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1486 ജന്മദിനത്തിൽ ഒത്തുചേർന്ന നമ്മൾ ഈ സദസ്സ് 10 വർഷം മുൻപ് തുടങ്ങി വെച്ചതാണ് ഈ ധന്യമായ മുഹൂർത്തം. ഒരുപാട് യാചനകളും വേദനകളും സഹിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു വേദി കെട്ടിപ്പടുത്തത്. അഹ്ലുസുന്ന ഫൗണ്ടേഷൻ, അതിനുവേണ്ടി പ്രവർത്തിച്ച ഒട്ടനവധി പ്രവർത്തകർ രാവും പകലും ഉറക്കമളച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി ഒരു കൊടിനാട്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ഒരു മടിയുമില്ലാതെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാൻ മുന്നിൽ നിന്ന പ്രവർത്തകർ. നമുക്കൊക്കെ അറിയാം, ഈ സംഘടനക്ക് ഇതിനു മുന്നൊരു നാമമില്ലെങ്കിലും ഈ വർഷമാണ് ഇത് നാമത്തിൽ രൂപീകൃതമായത്. അഹ്ലുസുന്ന ഫൗണ്ടേഷൻ. അതിനുവേണ്ടി മാർഗദർശനം നൽകാൻ, അതിനുവേണ്ടി ഉപദേശം നൽകാൻ, അതിനുവേണ്ടി ചുക്കാൻ പിടിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തനത്തിന്റെ മുന്നിൽ നിന്ന്
പ്രവർത്തകരെ ചുണക്കുട്ടികളാക്കി മാറ്റാൻ പ്രേരിപ്പിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ മറഞ്ഞു പോയിട്ടുണ്ട്. പൂളക്കൽ അഹമ്മദാക്കയുടെ കരങ്ങൾ, കോച്ചാമ്പള്ളി അബുവാക്കയുടെ കരങ്ങൾ, അങ്ങനെ ഒട്ടനവധി ആളുകൾ. നമുക്കൊക്കെ അറിയാം ശംഷീർ തിരൂർക്കാട്. പരിചിതമല്ലെങ്കിലും അദ്ദേഹം ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഈ പ്രവർത്തനത്തിന് വേണ്ടി ഈ നബിദിനാഘോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ടുമില്ലെങ്കിലും വാക്കുകൾ കൊണ്ടും എല്ലാം കൊണ്ടും ഉപദേശം കൊണ്ടും മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു തന്നത് ശംഷീർ തിരൂർക്കാട്. അദ്ദേഹം മൺമറഞ്ഞുപോയി. അതേപോലെ കോയ പൈസയുടെ ഒരു മകനുണ്ടായിരുന്നു. ഇവിടെ നബിദിനാഘോഷം ആ സമയങ്ങളിലൊക്കെ വന്ന് പേര് നൽകും, പാടാനും പ്രസംഗിക്കാനും ഒക്കെ. ഇന്നും ഞാൻ ഓർക്കുന്നു. അവർക്കൊക്കെ റബ്ബ് തമ്പുരാൻ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ആമീൻ. എന്തായാലും സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ വേദി ഒരുക്കുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് സ്വാഗതം പറയുക എന്നിതിന് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്ന നമ്മുടെ യാറത്തിങ്ങൽ മഹല്ല് കാസി അബ്ദുള്ള ദാരിമി അവരുകളെ ഞാൻ അഹ്ലു സുന്ന ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സ്വാഗതം അറിയിക്കട്ടെ. അതുപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ വേളൂർ ജുമാ മസ്ജിദിന്റെ കാസി അബൂബക്കർ ദാരിമി അവർകൾ, പാതിരമണ്ണ കാസി അബൂബക്കർ കുട്ടി ഹാജ് അവർകൾ, മറ്റ് തുടങ്ങിയ മുന്നിലിരിക്കുന്ന കാരണവന്മാർക്കും ഗുരുനാഥന്മാർക്കും ഉസ്താദന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഉമ്മപെങ്ങന്മാർക്കും എല്ലാവർക്കും ഈ സംഘടനയുടെ പേരിൽ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഇതിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി അബൂബക്കർ കുട്ടി അവരുകളെ ആദരവപൂർവ്വം ഞാൻ ക്ഷണിക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അബ്ദുള്ള ദാരിമി അവരുകളെ ക്ഷണിച്ചുകൊള്ളും. അതിന് മുന്നേ സ്വാഗതഗാനം, അതിനുവേണ്ടി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. മരുവേശും സുന്നത്ത് നഗരാ അണഞ്ഞുള്ള സോദരി സോദരാ മീലാദ് നബി സ്വല്ലല്ലാഹ് കൂടിയ മാനരിലെല്ലാം ആവേശത്തോടവർക്കെല്ലാം മരുവീശും സുന്നത്ത് നഗര അണഞ്ഞുള്ള സോദരി സോദര മീലാദ് നബി സ്വല്ലല്ലാഹ് കോടിയ മാന്യരിലെല്ലാം ആവേശത്തോടവർക്കെല്ലാം ആരംഭമുത്ത് നബി ജന്മദിന നാളുതിലെ ആഘോഷയോഗത്തിന് അധ്യക്ഷസ്ഥാനത്തെത്തതിലെ അബൂബക്കർ കുട്ടിയമ്മിലോതിടട്ടെ മാനരിലെ പൊരീശ പൊങ്ങിടുന്ന സായം സന്ധ്യരാവിതിലെ പാടുന്നു മർഹബ ഗീതം ചൊല്ലുന്നു സ്വാഗതമാല്യം
റസൂല റഹ്മത്തുലിൽ അലമീന നബിയോരെ മീലാദ് നാളാ വന്നുള്ള കുല്ലിലും പാടാം. മരുവേശും സുന്നത്ത് നഗര അണഞ്ഞുള്ള സോദരി സോദര മീലാദു നബി സ്വല്ലല്ലാഹ് കോടിയ മാന്യരിലെല്ലാം ആവേശത്തോടവർക്കെല്ലാം ഉദ്ഘാടകരാം അബ്ദുള്ള ദാരിമിയോരിലും മുഖ്യപ്രഭാഷകനാം ഉസ്താദാം കസിയോരിലും ആശംസ അർപ്പിക്കുന്ന മുഹമ്മദ് സനിയിലും സികയം അലി ഫൈസിനായിൻ അൻവരിയേരിലും ഓതാം നമുക്കെല്ലാവർക്കും പാടാമൊരുമിച്ചവർക്കും അഭിവാദ പൂച്ചണ്ടിൻ ഹാരം മർഹബ മംഗളഗീതം നബിയോരെ മീലാദ് നാളാ വന്നുള്ള കുല്ലിലും പാടാം. മരുവേശും സുന്നത്ത് നഗര അണഞ്ഞുള്ള സോദരി സോദര മീലാദു നബി സ്വല്ലല്ലാഹ് കോടിയ മാന്യരിലെല്ലാം ആവേശത്തോടവർക്കെല്ലാം അഹ്ലുസുന്ന ഫൗണ്ടേഷൻ സെക്രട്ടറിയാം സാദിഖ് അലി സ്വഗത സംഘത്തിന്റെ കൺവീനറാം ഹംസത്ത് അലി മറ്റുള്ള കമ്മിറ്റിക്കാർ ഉപ്പ ഉമ്മ നാട്ടുകാരിൽ സമുദായ ചേട്ടന്മാരും അച്ഛനമ്മ സോദരരിൽ അഭിവാദ്യം അർപ്പിക്കട്ടെ മർഹബ ഗീതം പാടട്ടെ പാരം വിളങ്ങും സമാന മധുഹൂറും സ്വാഗതമാല നബിയോരെ മീലാദ് നാളാ വന്നുള്ള കുല്ലിലും പാടാം. മരുവേശും സുന്നത്ത് നഗര അണഞ്ഞുള്ള സോദരി സോദര മീലാദു നബി സ്വല്ലല്ലാഹ് കോടിയ മാന്യരിലെല്ലാം ആവേശത്തോടവർക്കെല്ലാം പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്ന ഹായ ഫൈസി വേദിയിലുള്ള ഉസ്താദന്മാരായ പണ്ഡിതരിൽ സദ്കയും സംഭാവനയും തന്ന് സഹായിച്ചവരിൽ മധുഗീതം ആലപിക്കും ദഫ് കളിയും പാട്ടുകാരിൽ വിദ്യാർത്ഥികൾക്കും നേരാം അഭിവാദ്യം അർപ്പിച്ചിടാം. മന്നാനിൽ കൊല്ലും തേടാം ജന്നാത്തിൽ ഒരുമിച്ചിടാൻ പികേയതോഹിറിൽ നാദാ പ്രാർത്ഥിച്ച് സദയം സലാം. മരുവേശും സുന്നത്ത് നഗര അടഞ്ഞുള്ള സോദരി സോദര മീലാദു നബി സ്വല്ലല്ലാഹ് കോടിയ മാന്യരിലെല്ലാം ആവേശത്തോടവർക്കെല്ലാം മരുവീശും സുന്നത്ത് നഗര അണഞ്ഞുള്ള സോദരി സോദര മീലാദ് നബി സ്വല്ലല്ലാഹ് കോടിയ മാന്യരിലെല്ലാം ആവേശത്തോടവർക്കെല്ലാം.